ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ലോങ് ടേം ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന പെട്ര എന്ന് പറയുന്ന വേൾഡ് വണ്ടർ കാണാൻ പോയ കഥയാണെന്ന് പറയാൻ പോണത്. അമ്മൻ സിറ്റിയിൽ നിന്ന് അതിരാവിലെ ഇറങ്ങി 3 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ടാണ് വാദിമൂസ് എത്തിയത്. പോണ വഴി കോടമഞ്ഞ് കാരണം ഭയങ്കര വിസിബിലിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. വേറെ എവിടെയും ഡ്രൈവ് ചെയ്തിട്ട് ഉണ്ടാവാത്ത ചലഞ്ചസ് ആയിരുന്നു എനിക്കിവിടെ ഉണ്ടായത്. അങ്ങനെ വാദിമൂസ് എത്തിക്കഴിഞ്ഞ് നമ്മളൊരു ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് പെട്രയുടെ കോംപ്ലക്സിലോട്ട് കയറി. 200 കിലോമീറ്റർ സ്ക്വയറിൽ പരന്ന് കിടക്കുന്ന ഒരു വലിയ കോംപ്ലക്സ് ആണത്. മൊത്തം നടന്ന് കാണാനായിട്ട് ഒരു 7-8 മണിക്കൂറെങ്കിലും പിടിക്കും. അതുകൊണ്ട് നമ്മളൊരു ഹാഫ് വേ ഒരു ഇലക്ട്രിക് കാർഡ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പോണ വഴി ഈ വാലിയിൽ 2 സൈഡിലായിട്ട് റോക്കിലേക്ക് കട്ട് ചെയ്ത് വെച്ചാൽ പല പല കേവ്സും പല വീടുകളൊക്കെ കാണാമായിരുന്നു. ഒടുക്കത്തെ വലുപ്പം ഒടുക്കത്തെ ഭംഗിയുള്ളൊരു ക്യാനിയനായിരുന്നത്. ഇതിലൂടെ ഒരു 2 കിലോമീറ്റർ പോയി കഴിയുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും പരിചിതമായ ട്രഷറി എന്ന് പറഞ്ഞൊരു ലുക്കൗട്ട് എത്തുന്നത്. ഇവിടുത്തെ ഏറ്റവും പോപ്പുലറായൊരു വ്യൂ പോയിൻ്റാണ്. ഒരുപാട് എഫേർട്ടൊക്കെ എടുത്ത് നമ്മൾ ഈ ഒരു പോയിൻറ്റിൻ്റെ മുമ്പിലെത്തി നേരിട്ട് കാണുമ്പോഴാണ് ഇതൊക്കെ വേർത്തായിരുന്നു നമുക്ക് മനസ്സിലാവുക. അമ്മാതിരി ഒരു ആർക്കിടെക്ചറൽ മാവലാണ് ഈ പെട്ര എന്ന് പറയുന്ന സംഭവം. 2000 വർഷങ്ങൾക്ക് മുമ്പ് നെബറ്റിയൻസ് എന്ന് പറഞ്ഞ നൊമാഡിക് അറബ് ട്രൈബ്സ് റോക്കിലോട്ട് കാവ് ചെയ്തുണ്ടാക്കിയതാണ് ഈ സിറ്റി. അന്നത്തെ കാലത്ത് ഈ മനുഷ്യന്മാർ എങ്ങനെ ഇത്രയും പ്രിസിഷനും ഇത്രയും ഭംഗിയോടും കൂടി ഈ സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ടാക്കിയെന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ വണ്ടർ അടിച്ചു പോണത്. ഇതിലത്തെ ചില റൂംസിലോട്ട് മാത്രമാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മുമ്പിൽ കാണുന്ന ഈ റൂം അവർ സൊവിനിയർ ഷോപ്പായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിലത്തെ പല സ്ട്രക്ചേഴ്സും അന്നത്തെ റോയൽ പാലസും അന്നത്തെ പ്രമാണിമാരുടെ വീടുകളും റോയൽ ടൂംസും പണ്ടത്തെ ഓഫീസുകളും അതൊക്കെ ആയിട്ടായിരുന്നു ഇത്ര ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു അടിപൊളി ആംഫി തിയേറ്റർ വരെ 2000 വർഷം മുമ്പ് ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. ട്രഷറി കഴിഞ്ഞ് ബാക്കി ദൂരം ഞങ്ങൾ കുറേ നടക്കുകയാണ് ചെയ്തത്. എമി ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ പതിവ് പോലെ എൻ്റെ പുറത്ത് കയറിയിരുന്നു. നല്ല വിൻഡ് ആയത് കാരണം എമിയും ഫീതൊക്കെ ഫേസ് മാസ്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നടന്ന് എൻ്റെ നടുവിൻ്റെ പരിപ്പിളകിയപ്പോൾ അവളോട് നടക്കാൻ പറഞ്ഞു. കുറച്ച് ദൂരം നടന്നതും പിന്നെ എൻ്റെ പുറത്ത് കയറുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൾക്കൊരു ഡോങ്കി റൈഡ് ബുക്ക് ചെയ്തു. ഇവിടുത്തെ ലോക്കൽ ട്രൈബ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോങ്കീസായിട്ട് ഒരുപാട് പേര് നമ്മളെ സമീപിക്കും. അങ്ങനത്തെ ഒരാളുടെ അടുത്ത് ഒരു ഡോങ്കീനെയും മേടിച്ച് എമീനെ അതിൻ്റെ പുറത്ത് കയറ്റിയിട്ട് അതും വലിച്ചിട്ടായിരുന്നു ബാക്കിയുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടത്. ഈ മുമ്പിൽ കാണുന്നത് ഒരുപാട് റൂമുകളുള്ള പണ്ടത്തെ ഒരു പാലസാണ്. ചിന്തിക്കാൻ പറ്റുമോ? എങ്ങടാ 3 പേരും കൂടെ? ഞങ്ങളുടെ ഈ ഹോളിഡേയ്സിൽ ജോർഡൻ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുള്ള ഏക കാരണം പെട്ര കാണാൻ വേണ്ടി മാത്രമായിരുന്നു. നല്ല അടിപൊളിയായി നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ആസ്വദിച്ച് കണ്ട് നടക്കാൻ പറ്റിയതിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ പെട്രയത്ത് നമുക്ക് കാണേണ്ട മേജർ അട്രാക്ഷൻസൊക്കെ കണ്ടു കഴിഞ്ഞ് സൂസുവിനോട് ബായും പറഞ്ഞ് നമ്മൾ അവിടുന്ന് വിട്ടു. ഒരുപാട് നല്ല മെമ്മറീസും പടച്ചനോട് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞ് ജോർഡൻ ഹൈവേയിലൂടെ 100-110 ചവിട്ടി വിട്ടു നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക്.